അനവധി വർഷങ്ങൾക്ക് മുമ്പ് ഒരു മലമുകളിൽ നിന്ന് ശ്രീ യേശുക്രിസ്തു മനുഷ്യരോട് സംസാരിച്ചു. അത് പർവ്വത പ്രഭാഷണം എന്ന പേരിൽ മനുഷ്യരാശിയുടെ ഹൃദയത്തിൽ എന്നേക്കുമായി പതിഞ്ഞു. ഇന്ന് ഈ കാലഘട്ടത്തിൽ ലോകം പുതിയ വെല്ലുവിളികളിലൂടെയാണ് കടന്നു പോകുന്നത്. എന്നാൽ മനുഷ്യൻ്റെ ഹൃദയത്തിലെ ഭയം, വേദന, അഹങ്കാരം, ആഗ്രഹം എന്നിവയിൽ വലിയ മാറ്റമില്ല. അത്യധികം വിനയപൂർവമായ ഒരു കൽപ്പനയായി ഇന്നത്തെ ലോകത്തോട് ശ്രീ യേശുക്രിസ്തു സംസാരിച്ചിരുന്നെങ്കിൽ എങ്ങനെയായിരിക്കും കരുണയുടെ അവതാരമായ അദ്ദേഹത്തിൻ്റെ ഉപദേശങ്ങൾ എന്ന് ചിന്തിച്ചുകൊണ്ട് കഴിയുന്നത്ര ആത്മീയ മൂല്യങ്ങളുടെയും സാരമായ സന്ദേശങ്ങൾ ഉൾക്കൊണ്ട് ഈ വചനങ്ങൾ വിനയപൂർവ്വം ഞാൻ പങ്കുവയ്ക്കുന്നു. ഇപ്പോൾ ഡിസംബർ മാസമാണ്, സ്നേഹത്തിൻ്റെയും പ്രകാശത്തിൻ്റെയും ക്രിസ്മസ് മാസം. ഈ സന്ദേശം ഡിസംബർ 25 ക്രിസ്മസ് ദിനത്തിൽ വായിക്കാനായി ഉദ്ദേശിച്ചെങ്കിലും ഇന്നെങ്കിലും സാധിച്ചുവല്ലോ എന്ന് സന്തോഷിക്കുന്നു. ഓരോ ദിവസവും ക്രിസ്മസ് ദിനമായി അനുഭവിക്കാൻ സഹായിക്കുന്ന വചനങ്ങളായിരിക്കും ഇവ. വചനങ്ങൾ ഇന്നത്തെ ലോകത്തോട് അഹങ്കാരത്തിൽ ദരിദ്രരായവർ ഭാഗ്യമുള്ളവർ. അവർക്ക് സത്യം സ്വീകരിക്കാൻ ഇടമുണ്ട്. ഭയത്തിൽ നിന്ന് മോചിതരായവർ ഭാഗ്യമുള്ളവർ. അവർ നാളെയെ നിയന്ത്രിക്കാൻ ശ്രമിക്കുന്നില്ല. ഭയത്തിൽ നിന്ന് മോചിതരായവർ ഭാഗ്യമുള്ളവർ. അവർ നാളെയെ നിയന്ത്രിക്കാൻ ശ്രമിക്കുന്നില്ല. മതി എന്നറിയുന്നവർ സമ്പന്നരാണ്, കൂടുതൽ സ്വന്തമാക്കുന്നവർ അല്ല. മൗനത്തെ സ്നേഹിക്കുന്നവർ ഭാഗ്യമുള്ളവർ, അവിടെ കപടതയില്ല. കരുണയുള്ളവർ ശക്തരാണ്, അവർ മറ്റുള്ളവരെ കീഴടക്കാൻ ആഗ്രഹിക്കാത്തതിനാൽ. ക്ഷമിക്കുന്നവർ സ്വതന്ത്രരാണ്, അവർ കഴിഞ്ഞ കാലത്തിൻ്റെ തടവിൽ ഒരിക്കലും കഴിയുന്നില്ല. ശാന്തരായവർ ഭൂമിയെ അവകാശപ്പെടും, അവർ ഭൂമിയെ കീഴടക്കാൻ ശ്രമിക്കാത്തതിനാൽ. സത്യം തേടുന്നവർ സമാധാനം കണ്ടെത്തും. സത്യം ആശ്വാസമല്ല, സത്യം ഉണർവാണ്. ശുദ്ധഹൃദയമുള്ളവർ ദൈവത്തെ കാണും, അവർ ഒരിക്കലും ദൈവത്തെ പുറത്തന്വേഷിക്കുകയില്ല. സമാധാനം വിതയ്ക്കുന്നവർ ദൈവത്തിൻ്റെ മക്കളായി അറിയപ്പെടും. അവർ വാക്കുകളിലല്ല, ജീവിതത്തിൽ സംസാരിക്കുന്നതിനാൽ. വിവരങ്ങളുടെ പ്രളയത്തിൽ മുങ്ങുന്നവർ നിശബ്ദതയെ മറക്കരുത്, അവിടെ മാത്രമാണ് ജ്ഞാനം പിറക്കുന്നത്. സ്ക്രീനുകളിൽ ബന്ധം തേടുന്നവർ ഹൃദയങ്ങളിൽ ബന്ധം പണിയാൻ പഠിക്കട്ടെ. വേഗത ആരാധിക്കുന്ന ലോകത്തിൽ മന്ദഗതിയെ പുണരുന്നവർ സ്വയം കണ്ടെത്തും. വിഭജനങ്ങളെ വളർത്തുന്ന ഭാഷ ഒഴിവാക്കുക. മനുഷ്യനാദ്യം മനുഷ്യനാണ്. പ്രകൃതിയെ കീഴടക്കാനുള്ള ശ്രമം ഉപേക്ഷിക്കുക. പ്രകൃതി നിങ്ങളുടെ മാതാവാണ്. ഉടമസ്ഥതയെ മഹത്വമാക്കുന്ന ലോകത്ത് ലളിതത്വം ഒരു ആത്മീയ ശാസനയാണ്. മറ്റുള്ളവരെ മാറ്റാൻ ശ്രമിക്കുന്നതിന് മുൻപ് സ്വന്തം ചിന്തയെ നിരീക്ഷിക്കുക. ക്രോധം സംസാരിക്കുന്നിടത്ത് സ്നേഹത്തിന് സ്ഥലം ഉണ്ടാകില്ല. അധികാരത്തെ അന്വേഷിക്കാതെ ഉത്തരവാദിത്വം സ്വീകരിക്കുന്നവർ സത്യനേതാക്കളാകും.
നിങ്ങൾ എതിർക്കുന്നതിൽ മുഴുകാതെ നിങ്ങൾ ജീവിക്കുന്ന മൂല്യമായി മാറുക. വേദനയെ മറക്കാൻ ശ്രമിക്കരുത്, അത് നിങ്ങളെ മനുഷ്യനാക്കുന്നു. നിങ്ങളുടെ സന്തോഷം മറ്റുള്ളവരുടെ നഷ്ടത്തിൽ നിന്നാണെങ്കിൽ അത് സന്തോഷമല്ല. ഓരോ ദിവസവും ക്രിസ്മസ് ദിനമാണ്. സ്നേഹം ജനിക്കുന്നിടത്ത്, കരുണ പ്രവർത്തിക്കുന്നിടത്ത്, മനുഷ്യനായി നിലകൊള്ളുന്നിടത്ത് ഓരോ ദിവസവും ക്രിസ്മസ് ദിനമാണ്.